ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വ്യത്യസ്തമായ സിമൻറ്റ് ചെടിച്ചട്ടിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു എളുപ്പമാർഗ്ഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുതിയൊരു ഐഡിയ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഞാൻ ഒരു പ്ലാസ്റ്റിക് ബക്കറ്റിൽ കുറച്ച് മണൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ മണലിന് പകരം പാറപ്പൊടി ആയിരുന്നാലും നിങ്ങൾക്ക് എടുക്കാം. അപ്പം അതിൻ്റെ ആവശ്യത്തിന് പൊക്കം ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് ഞാൻ കുറയ്ക്കുന്നുണ്ട്. നിങ്ങളൊരു അളവിന് കുറച്ചെടുക്കുക പൊക്കം. ഞാൻ എടുത്ത ബക്കറ്റിൻ്റെ സൈസ് ശകലം പൊക്കം കൂടുതലാണ്. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തൊന്ന് ചെറുതായിട്ടൊന്ന് ചരിച്ച് റൗണ്ട് ഷേപ്പിന് നമുക്ക് ബാക്കിയുള്ള ആ മണൽ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ അത് അരിഞ്ഞെടുക്കുമ്പം ഏറ്റവും അടിസൈഡിലോട്ട് വരേണ്ട ആവശ്യമില്ല. അപ്പം ചെറിയൊരു റൗണ്ട് ഷേപ്പിന് മാത്രം ഏകദേശം നമ്മൾ അരിഞ്ഞെടുക്കുമ്പം നമ്മുടെ മോൾഡ് ഇതേ കണക്കിരിക്കും. അപ്പോൾ ആ എല്ലാ സൈഡിലും അതേ ഷേപ്പിന് തന്നെ വൃത്തിയാക്കി അരിഞ്ഞെടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ടത് മണലും സിമൻറ്റും കൂടെയാണ്. അപ്പോൾ അത് സിമൻറ്റും മണലും എല്ലാ വീഡിയോയിലും എടുക്കും കണക്ക് 1:1 എന്ന അളവിൽ തന്നെയാണ് എടുക്കുന്നത്. കാരണം നമ്മൾ ഈ ചെടിച്ചട്ടിക്ക് ശകലം കനം കുറവാണ്, വീതി കുറവായിരിക്കും. 1:1 ക്വാളിറ്റി ആകുമ്പോഴും നല്ല ബലവും കിട്ടും. അപ്പോൾ കനവിത്തി കുറഞ്ഞു പോയാലും നല്ല ബലമായിരിക്കും. അപ്പോൾ സിമൻറ്റും നല്ല ലൂസിന് തന്നെ സിമൻറ്റും മണലും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ മോൾഡിന് മുകളിലൂടെ നല്ലോണം എല്ലാ സൈഡിലും പറ്റത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്ത് ഏകദേശം ഒരു 1/4 ഇഞ്ച് കനത്തിൽ കൂടുതൽ കനം കിട്ടത്തക്ക രീതിയിൽ ആദ്യത്തെ സ്റ്റെപ്പ് എല്ലാ സൈഡിലും തേച്ച് പിടിപ്പിക്കുക. ഏകദേശം 1/4 ഇഞ്ച് കനത്തിന് എല്ലാ സൈഡിലും ഒഴിച്ചിട്ടുണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി നമുക്കൊരു 10-20 മിനിറ്റ് ഒന്ന് നല്ലവണ്ണം ആ വെള്ളത്തിൻ്റെ ഈർപ്പൊക്കെ ഒന്ന് ഉണങ്ങാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് അടുത്ത രണ്ടാമത്തെ ലെയറും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം രണ്ടാമത്തെ ലെയർ ഒഴിക്കാനുള്ള പരുവമൊക്കെ ആയിട്ടുണ്ട്, ഉണങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത രണ്ടാമതും അതേ കനത്തിന് തന്നെ ഏകദേശം ഒരു 1/4 ഇഞ്ച് കനം. 1/4 ഇഞ്ച് കനം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ആ ഒരു കനത്തിന് എല്ലാ സൈഡിലും അതിൻ്റെ പുറത്ത് തന്നെ വീണ്ടും തേച്ച് പിടിപ്പിക്കുക നല്ലോണം ഒഴിച്ച്. ഏകദേശം സാവകാശം ഒന്ന് തേച്ച് ചെറിയൊരു റൗണ്ട് ഷേപ്പ് വരത്തക്ക രീതിയിൽ അടിയിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ചരിവ് പിടിച്ച് മുകളിലോട്ട് ചരിവിന് തന്നെ തേച്ചൊതുക്കുക. എല്ലാ സൈഡിലും ഏകദേശം ഒരേ റൗണ്ട് ഷേപ്പ് വരത്തക്ക രീതിയിൽ കരണ്ടി കൊണ്ട് തേച്ച് പിടിപ്പിച്ച് മുകൾ സൈഡും തേച്ച് ഒന്ന് ഫിനിഷ് ചെയ്യുക. അപ്പം ഏകദേശം ഉണങ്ങുന്നതിനനുസരിച്ച് തേച്ച് കൊടുക്കാൻ നേരത്ത് ആ ഒരു ഷേപ്പൊക്കെ നമുക്ക് ഏകദേശം നല്ല രീതിയിൽ തന്നെ കിട്ടും. അപ്പോൾ അതെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ട് പിന്നെ നമുക്ക് ആ ബ്രഷ് കൊണ്ടുവന്ന് നല്ലവണ്ണം ബ്രഷ് ചെയ്ത് കൊടുക്കാം. ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ അതിനൊരു ചെടിച്ചട്ടി എത്രയുണ്ടോ അതിനൊരു 8 ഭാഗിച്ച് ഞാൻ ലൈൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലൈന് നല്ലവണ്ണം മറ്റൊരു അലുമിനിയം റീപ്പറോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ എന്തെങ്കിലും ലെവലുള്ള എന്തെങ്കിലും കൊണ്ട് നല്ലവണ്ണം കുഴിച്ച് മാർക്ക് ചെയ്യാം. അപ്പോൾ കുഴിച്ച് മാർക്കൊക്കെ ചെയ്തിട്ട് പിന്നെ നമുക്ക് അതിനെ ഒന്ന് തടിയുടെ ഒരു ഷേപ്പിനൊക്കെ ഒന്ന് വരച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ നിങ്ങൾക്ക് തന്നെ ചെയ്യാം. എന്നാലും ഞാനിവിടെ തടിയുടെ ഒരു ചെറിയൊരു ഷേപ്പിനാണ് വരച്ചെടുക്കുന്നത്.
അപ്പോൾ വരച്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആ വരയൊക്കെ വേണമെങ്കിൽ നല്ല താത്ത് ഒന്ന് വരച്ച് കഴിഞ്ഞാൽ ഇത്തിരി കൂടെ നല്ല കാണാൻ ഒരു ലുക്കായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് എല്ലാം വേണ്ട, കുറേശ്ശെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് കുഴിച്ച് തന്നെ നല്ലവണ്ണം വരച്ചു കൊടുക്കുക. വരച്ചൊക്കെ കൊടുത്തിട്ട് ഏറ്റവും മുകൾ സൈഡിൽ ചെടിച്ചട്ടിയുടെ വെള്ളം കളയാൻ വേണ്ടി നമുക്ക് അവിടെ ഒരു ഹോളും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ഒരു ഹോള് ഒരു പഴയ PVC പൈപ്പിന് കറക്റ്റ് ഇറക്കി വെച്ചിട്ട് ആ ഒരു ഷേപ്പിന് അവിടെ വേണമെങ്കിൽ തേച്ചൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അടുത്ത് ചെടിച്ചട്ടിയുടെ 2 ബോർഡറും കൂടെ പിടിക്കണം. അപ്പോൾ ആ ബോർഡറിന് വേണ്ടി 2 ചെറിയ കെട്ടുകമ്പിക്ക് ഞാൻ 2 ആ ബോർഡർ പിടിക്കേണ്ട സ്ഥാനത്ത് കെട്ടുകമ്പി ചുറ്റി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ലെയർ ഇതേ കണക്ക് ചുറ്റി കെട്ടിയിട്ട് നമുക്ക് സിമൻറ്റ് ഒരു നൈസ് കനത്തിന് ഒന്ന് തേച്ച് പിടിപ്പിക്കാം. 2 മുകളിലും താഴെ. അപ്പോൾ ഒരുപാട് കനമൊന്നും വേണ്ട, നൈസ് കനത്തിന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെടിച്ചട്ടിയുടെ ഏറ്റവും ടോപ്പിൽ എന്തെങ്കിലും നിരപ്പുള്ള ഒരു പലകയോ അല്ലെങ്കിൽ റീപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് അവിടെ നിന്ന് മാർക്ക് ചെയ്ത് നമ്മളെ ബോർഡറിൻ്റെ മാർക്ക് നമ്മൾ വയ്ക്കുന്ന ആ റീപ്പറിൻ്റെ അവിടെ നിന്ന് അളവെടുത്ത് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് ആ മാർക്ക് ചെയ്യുന്ന താഴോട്ട് ബോർഡറിൻ്റെ വീതിയും കൂടെ മാർക്ക് ചെയ്യാം. അപ്പം റൗണ്ടിന് മൊത്തം സൈഡും മാർക്ക് ചെയ്തിട്ട് പിന്നെ നമുക്ക് ആ കത്തി ഉപയോഗിച്ച് തന്നെ ആ മാർക്കിന് അനുസരിച്ച് കട്ട് ചെയ്ത് കളയാം ബാക്കിയുള്ള ചാന്ത്. അപ്പോൾ നമ്മുടെ ബോർഡറൊക്കെ ഏകദേശം ഒരു വൃത്തി കിട്ടും. ഏകദേശം നമ്മുടെ ചെടിച്ചട്ടിയുടെ മുകൾ ഭാഗം കറക്റ്റ് മട്ടമായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ബോർഡർ പിടിക്കുമ്പോൾ ബോർഡർ ചിലപ്പോൾ ചരിഞ്ഞൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏകദേശം മട്ടം കറക്റ്റ് ആണെങ്കിൽ നമ്മൾ പിടിക്കുന്ന ബോർഡറും കറക്റ്റ് ആയിരിക്കും. ഇനി ഫസ്റ്റ് ബോർഡറിൽ നിന്ന് താഴോട്ട് വല്ല ഈർക്കിൽ നിന്ന് വല്ലതും അളവെടുത്ത് അവിടെ മാർക്ക് ചെയ്ത് അവിടെയും കൂടെ ഒരു ബോർഡറും പിടിക്കുക. പിന്നെ ആ ബോർഡർ കട്ട് ചെയ്തിട്ട് നമ്മൾ ആ നേരത്തെ വരച്ചിരിക്കുന്ന ഓരോ പീസായിട്ട് വരച്ചിരുന്ന ആ വരയുടെ കറക്റ്റ് സെൻറ്റർ ഭാഗത്തായിട്ട് ബോർഡറിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ നമുക്ക് പേനയുടെ ക്യാപ്പോ അല്ലെങ്കിൽ പേനയുടെ മൂട് ഭാഗം കൊണ്ട് അവിടെ നല്ലോണം കുഴിച്ച് റൗണ്ട് ബട്ടൺ കൊടുക്കാം. അപ്പോൾ ഇതേ കണക്ക് തന്നെ എല്ലാ സൈഡിലും ബോർഡർ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതേ കണക്ക് റൗണ്ട് ബട്ടൺ കൂടെ കൊടുക്കുക. എന്നിട്ട് ഏകദേശം ഒരു 3-4 ദിവസം നല്ലോണം നനച്ച് കൊടുത്ത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ചെടിച്ചട്ടി ഇളക്കിയിടുക. ഇനിയിപ്പം അതിനകത്തുള്ള മണ്ണൊക്കെ ഒന്ന് എല്ലാം മാറ്റി നല്ല ബ്രഷിൽ തൂത്ത് ഉണങ്ങാൻ വയ്ക്കുക. ഉണങ്ങാൻ ഏകദേശം ഒരു ദിവസം കൂടെ ഉണങ്ങാൻ വെയിലത്തൊക്കെ വയ്ക്കാൻ നേരം നല്ലോണം ഉണങ്ങും. അതിനുശേഷം മാത്രം നമുക്ക് പെയിൻറ്റ് ചെയ്യാം. നമ്മളെ ചെടിച്ചട്ടി ഏകദേശമൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി സിമൻറ്റ് പ്രൈമറാണ് ഞാൻ ആദ്യം അടിക്കാൻ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് സിമൻറ്റ് ആയിരുന്നാലും സിമൻറ്റ് പ്രൈമർ ആയിരുന്നാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതായിരിക്കും. കാരണം ഒരു കോട്ട് സിമൻറ്റ് പ്രൈമർ ഒന്ന് അടിച്ചു കൊടുക്കാം എല്ലാ സൈഡിലും, അകത്തും പുറത്തും നല്ലോണം പറ്റത്തക്ക രീതിയിൽ. അത് നല്ലോണം എല്ലാ സൈഡിലും അടിച്ചിട്ട് പിന്നെ എടുത്തേക്കുന്ന സാധാ വൈറ്റ് പെയിൻറ്റാണ്, ചുവരിലേക്ക് അടിക്കുന്ന വെള്ള പെയിൻറ്റ്. ആ പെയിൻറ്റിൽ ഞാൻ ഏകദേശം ഒരു 1-2 തുള്ളി ആക്രിലിക്കിൻ്റെ ബ്ലാക്ക് കളറും കൂടെ മിക്സ് ചെയ്യപ്പോൾ ഏകദേശം ഒരു ഗ്രേ കളർ നമുക്ക് കിട്ടും. പിന്നെ അതിൽ കൂടെ ഒരു തുള്ളി ആക്രിലിക്കിൻ്റെ നീല കളർ പെയിൻറ്റും കൂടെ ഒരു തുള്ളി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാൻ നേരത്ത് കറക്റ്റ് ഗ്രേ കളർ നമുക്ക് എന്തായാലും കിട്ടും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക. പെയിൻറ്റ് മിക്സ് ചെയ്യപ്പോൾ ബ്ലാക്കും ബ്ലൂവും കൂടെ ആവശ്യത്തിന് ചേർക്കാൻ ശ്രമിക്കുക. കാരണം ഞാൻ ഇവിടെ നല്ല ഗ്രേ കിട്ടാൻ വേണ്ടി കൂടുതൽ ചേർത്തിട്ടുണ്ട്. അപ്പം ഒരുപാട് കൂടുതൽ ആദ്യമേ എടുത്ത് ഒഴിച്ച് കളയൽ, കുറേശ്ശെ മിക്സ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഗ്രേ കളർ എല്ലാ സൈഡിലും അകവും പുറവും കൂടെ ഞാൻ അടിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അകത്ത് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ അടിക്കണ്ട. പിന്നെ ബോർഡർ കൊടുക്കാൻ വേണ്ടി അടുത്തെടുത്തേക്കുന്നത് ആക്രിലിക്കിൻ്റെ മഞ്ഞ കളർ പെയിൻറ്റാണ്. അത് കഴിഞ്ഞിട്ട് ആ ബട്ടണിൽ ആക്രിലിക്കിൻ്റെ റെഡും. അപ്പോൾ ഇനി അതെല്ലാം കഴിഞ്ഞ് കളർ കൊടുത്തിട്ട് പിന്നെ നമുക്ക് നമ്മൾ നേരെ 8 പീസായിട്ട് അറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന അതിന് ആ ഒരു ഗ്യാപ്പിൽ കറക്റ്റ് ബ്ലാക്ക് പെയിൻറ്റും കൂടെ ഒന്ന് അടിച്ചു കൊടുത്ത് ബട്ടണിൽ റെഡ് ആക്രിലിക് കൊണ്ട് അടിച്ചു കൊടുക്കാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക.
അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ.